പക്ഷേ ഇവരുടെ നമ്മുടെ മിസൈൽ മാൻ എന്ന് വിളിക്കുന്നത് യശസ്വര്യനായ മഹാനായ നമ്മുടെ നേതാവ് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണെങ്കിൽ ഡോക്ടർ ടെസി തോമസിനെ വിളിക്കുന്നത് മിസൈൽ വുമൺ എന്നാണ്. ഇന്ത്യക്ക് ഒരു മിസൈൽ വുമൺ ഉണ്ടെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ ശക്തമായ ഒരു പ്രതിബിംബമാണ്, ഒരു നേതാവാണ്, ഒരു വനിതാ നേതാവാണ് ഡോക്ടർ ടെസി തോമസ് എന്ന് പറയേണ്ടി വരും. അവര് നേരിട്ട ഞാൻ ഈ മിന്റ് TV-യിലെ അവരുടെ ഒരു സ്വകാര്യ ചാനലിലെ അഭിമുഖം അവരെ കാണുകയുണ്ടായി. അത് കണ്ടപ്പോഴാണ് അവർ വളരെ പ്രശസ്തിയാണ്, മുമ്പ് അവരെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുള്ള ആളാണ്. എങ്കിൽ പോലും ഇപ്പോൾ അവരെ ശ്രദ്ധയിൽ വരാൻ കാരണം ആ അഭിമുഖമാണ്. ആ അഭിമുഖത്തിൽ അവർ കാണിക്കുന്ന വാക്കുകൾക്കിടയിൽ കാണിക്കുന്ന ഒരു ആർജവം, അവരൊരു മലയാളിയാണെന്ന് അറിയുമ്പോഴുണ്ടാവുന്ന വലിയ ഒരു സന്തോഷവും ഒപ്പമുണ്ട്. എങ്കിൽ പോലും അവരുടെ ജീവിതം, അവർ തിരഞ്ഞെടുത്ത അവർ 1200 രൂപയുടെ ഒരു യാദൃശികമായ ഒരു സ്കോളർഷിപ്പ് തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ജീവിതം സിവിൽ സർവീസ് ഓഫീസർ ആവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഡോക്ടർ ടെസി തോമസ് എങ്ങനെയായി മാറി മിസൈൽ രംഗത്ത് എത്തിയത് എന്ന കൗതുകകരമായ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് അവർ പറയുമ്പോൾ ഞാനതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതം യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ മാധവൻ അഭിനയിച്ച നമ്മുടെ മിസൈൽ രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ ജീവിതകഥ നമ്പിനാരായണന്റെ ജീവിതം പറഞ്ഞിരുന്നു. വിവാദപരമായിട്ടുള്ള ഒരു ജീവിതമാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ മിസൈൽ വുമണിന്റെ ജീവിതം സിനിമ ആക്കിയില്ല? ഒരു ചലച്ചിത്രത്തിന് പറ്റിയ ഒരു വലിയ സംഭവ ബഹുലമായ ഒരു ജീവിതമുണ്ട് അവരുടെ ജീവിതത്തിൽ. മിക്കവാറും എനിക്ക് തോന്നുന്നത് അത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് വളരെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊന്നും ഇല്ലെങ്കിലും ആ വാക്കുകൾക്കിടയിലെല്ലാം ആർജവമുള്ള ഒരു വനിതാ രത്നത്തിന്റെ, ആർജവമുള്ള ഒരു നായികയുടെ, ഒരു നേതാവിന്റെ ശബ്ദമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.